എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, രജിസ്റ്റർ നമ്പർ ഇല്ലാതെ സുഹൃത്തുക്കളുടെ റിസൾട്ട് എങ്ങനെ അറിയാൻ സാധിക്കും? അതായത് സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത്. പല വിദ്യാർത്ഥികളും സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അത് വിദ്യാർത്ഥികളുടെ അതായത് നിങ്ങൾ നൽകുന്ന സ്കൂളിൻ്റെ കോഡ് തെറ്റായതുകൊണ്ടാണ്. അതായത് സ്കൂൾ കോഡ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഹൈസ്കൂൾ കോഡും അതുപോലെ രണ്ടാമത്തേത് ഹയർ സെക്കൻഡറി സ്കൂൾ കോഡും. പല വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി സ്കൂൾ കോഡ് നൽകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകാത്തത്. ഹൈസ്കൂൾ കോഡ് നൽകിയാൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ VHSE സ്കൂൾ കോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ നൽകുന്ന കോഡ് ഹൈസ്കൂൾ കോഡ് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. ഹൈസ്കൂൾ കോഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, അത് തെറ്റാതെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാം. അപ്പോൾ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി നൽകുന്നുണ്ട്. അതായത് ഒന്നാമത്തേത് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, മറ്റൊരു വെബ്സൈറ്റ് വഴി സ്കൂൾ കോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനുമായിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് sslcexam.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ കാണാം sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലായിട്ട് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് റവന്യൂ ഡിസ്ട്രിക്ട് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജില്ല, ഏത് സ്കൂളിലെ റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ ഒരു സ്കൂൾ നിൽക്കുന്ന ജില്ല ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത്, അതായത് വിദ്യാഭ്യാസ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂൾ കോഡ് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ കാണാൻ കാരണം ഇത് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വീഡിയോ തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഫോൺ ജസ്റ്റ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതേ രീതിയിലാണ് പിടിച്ചതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഫോൺ കറക്റ്റായിട്ട് നേരെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, അത് സ്കൂളിലുള്ള മീഡിയം ഏതൊക്കെ ലാംഗ്വേജസ് ആണ്, അതായത് ഇംഗ്ലീഷും മലയാളം മീഡിയം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കൂൾ കോഡ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു സ്കൂൾ കോഡ് കിട്ടിയതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണ്, ആ ഒരു സ്കൂളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കൂൾ കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡാണ് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട്, അതായത് ആ ഒരു സ്കൂളിൻ്റെ റിസൾട്ടാണ് എനിക്കറിയേണ്ടതെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് ഞാൻ ജസ്റ്റ് അവിടെ മനസ്സിലാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള അതായത് റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് അപ്പോൾ നമുക്ക് ആ ഒരു സ്കൂൾ കോഡ്, അതായത് 50,001 ആ ഒരു സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നമുക്ക് അതിൻ്റെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് results.kai.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ കോഡ് നൽകാനുള്ള ആ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അത് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് അവിടെ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 5001, അതായത് എനിക്കിപ്പോൾ അറിയേണ്ട ആ ഒരു സ്കൂളിൻ്റെ കോഡാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ, അതായത് 50,001. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ നൽകുന്നു. അപ്പോൾ നൽകിയ ശേഷം നിങ്ങൾക്ക്, അതായത് ഇവിടെ കാണാം, എനിക്ക് വേണ്ട ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു റിസൾട്ട് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ എത്ര വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇവിടെ എത്ര വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി, അതുപോലെ എത്ര വിദ്യാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്, അത് EHS എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ്. അതുപോലെ എത്ര വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിനുശേഷം താഴെ ഭാഗത്തായിട്ട് ഓരോ വിദ്യാർത്ഥികളുടെയും രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആ ഒരു വിദ്യാർത്ഥികളുടെ പേര്, അതുപോലെ P01, P02, P03 ഈ ഒരു രീതിയിൽ കാണാം. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു SLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ്, അതിനുശേഷം സെക്കൻഡ് ലാംഗ്വേജ്, അതിനുശേഷം അടുത്ത വിഷയം ഏതാണ് അത് എന്നിങ്ങനെ നൽകിയിട്ടുണ്ടാകും. ആ ഒരു പ്രയോറിറ്റിയിലാണ് ഇതിൽ P01, P02 എന്ന രീതിയിൽ നൽകിയിട്ടുള്ളത്. അതിനുശേഷം സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം EHS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. EHS എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ്. ഇവിടെ NHS എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഒരു SLC പരീക്ഷ ഫെയിൽഡായി എന്ന് മനസ്സിലാക്കാം. ഇവിടെ EHS എന്നായതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പരീക്ഷ ജയിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു സ്കൂൾ കോഡ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്
ആ ഒരു സ്കൂളിൻ്റെ കോഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്കൂൾ കോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൻ്റെ കോഡാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നുകിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് സെർച്ച് ചെയ്യുക. അതായത് സെർച്ച് ചെയ്യുന്നതിനായിട്ട് എങ്ങനെ സെർച്ച് ചെയ്യാമെന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്കൂളിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് അറിയാമെങ്കിൽ അത് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കൂൾ നിൽക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യുക. എങ്ങനെ സെർച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏത് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ബ്രൗസറിൻ്റെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഇൻ പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് വേണ്ടത് തിരൂരങ്ങാടിയിലെ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡാണെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരൂരങ്ങാടി എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നിരവധി സ്കൂളുകൾ ആ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട സ്കൂൾ ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് വേണ്ട സ്കൂൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ നോക്കുന്നു. അപ്പോൾ നോക്കിയ ശേഷം ഇപ്പോൾ എനിക്ക് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡാണ്, അതായത് ആ ഒരു സ്കൂളിൻ്റെ റിസൾട്ടാണ് എനിക്ക് അറിയേണ്ടത്, അതായത് 50,016. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡാണ് എനിക്ക് അറിയേണ്ടത്, ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു നമ്പറാണ് അറിയേണ്ടത് എങ്കിൽ, അതായത് റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ ആ ഒരു 50,016 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പേജിൽ അതായത് വരിക, അതായത് നേരത്തെ സ്കൂൾ കോഡ് നൽകിയിട്ടുണ്ടായിരുന്ന അത് results.kite.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം എനിക്ക് വേണ്ട ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്കൂളിൽ ആകെ വിദ്യാർത്ഥികൾക്ക് 10 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ A+ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ 190 വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഫെയിൽഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. 191 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നെയിം, അതുപോലെ P01, P02, P03 ഈ ഒരു രീതിയിൽ അവരുടെ സബ്ജക്റ്റുകളുടെ മാർക്ക്, അതുപോലെ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് സ്റ്റാറ്റസ്, അതായത് EHS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. NHS എന്ന് കാണുന്നതാണ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. അതുപോലെ തന്നെ ജയിച്ച വിദ്യാർത്ഥികളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയോ സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാകുന്നതല്ല. ഹൈസ്കൂളിൻ്റെ കോഡ് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് നൽകേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ കോഡ് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.